ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പ്രപഞ്ചം നിധിയാണ്, പക്ഷേ അനശ്വരമല്ല. മനുഷ്യ ശരീരം ചിലപ്പോ അഗ്നിക്കിരയാവാം, പുഴുക്കൾക്ക് ഭക്ഷണമാവാം. ഈ സൗന്ദര്യം പാഴാക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതാണ്. അതെ, മൂപ്പനെ കൊന്നത് ഞാനാണ്. ഭാർഗവിയെ കൊന്നതും ഞാൻ തന്നെ. ഇനി ഒരു കൊല കൂടി നടത്താൻ എനിക്ക് മടിയില്ല. ഇത് പുറത്തു പറഞ്ഞാൽ നിന്റെ ചേച്ചിയുടെ ജീവിതം ഈ കൈകളിലാ. നശിപ്പിക്കും ഞാൻ എല്ലാം. എന്നിട്ട് എന്താ ഉണ്ടായത്? പറയാം, ഞാൻ എല്ലാം പറയാം. നീ ഈ പറഞ്ഞ സത്യമാണോ? അതെ ചേച്ചി, മൂപ്പനെയും ഭാർഗവിയും കൊന്നത് സ്വാമി തന്നെയാ. ഇനി ഈ ഗ്രാമവും അയാളെ നശിപ്പിക്കും. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? നിനക്കറിയേണ്ടത് എന്തെന്ന് നാം നമ്മുടെ തൃക്കണ്ണിൽ കാണുന്നു. എന്താണല്ലേ? ബാധ കീഴ്പ്പെടുത്തിയ നിന്റെ അനുജത്തിയുടെ ദൃഷ്ടിയിൽ നാം മൂപ്പന്റെ കൊലയാളിയാണ്. കാമം പൂണ്ട് അവളുടെ ചാരിത്രം കവരാൻ ശ്രമിച്ച നീചൻ. അവൾക്കിപ്പോ എന്നെ കാണുന്നത് പോലും ചതുർത്ഥിയാണ്. പാവം കുട്ടി, ഇതൊന്നും അവൾ സ്വയം പറയുന്നതല്ല, അവളിലെ ബാധ പറയിപ്പിക്കുന്നതാണ്. നീയും എന്നെ അവിശ്വസിക്കുന്നുവോ? സ്വാമി, എന്നോട് പൊറുക്കണം. സത്യത്തെ തിരിച്ചറിയുന്നവർ ക്ഷമയാചിക്കും. അത് പ്രപഞ്ച സത്യം. ഓം ഭഗവാൻ. കിട്ടിയ പുണ്യം തന്നെ കൂടുതലാ. കാവില് തെരു കൊളുത്തില്ലെന്ന് വെച്ച് എല്ലാം നശിക്കട്ടെ. അപ്പൊ സ്വാമി പറയുന്നതിൽ കാര്യമുണ്ട്. എന്ത് കാര്യം? എല്ലാവരും ചതിച്ച് നശിപ്പിച്ച അയാൾ അടങ്ങും. അയാൾ ദുഷ്ടനാ, ദുഷ്ടൻ. എത്ര ദുഷ്ടനാണെങ്കിലും അയാൾ എന്റെ കഴുത്തിൽ മിന്നുകെട്ടിയ പുരുഷനാ, എന്റെ കാണപ്പെട്ട ദൈവം. സ്വാമി പറഞ്ഞതിപ്പോ തീർത്തും വിശ്വാസമായി. നിന്റെ ശരീരത്തിൽ ബാധ കയറിയിരിക്കുകയാണ്. നിനക്ക് വയ്യെങ്കി വേണ്ട, കാവില് ഞാൻ വിളക്ക് വെച്ചോളാം.
മോളെ, എന്റെ കുട്ടിക്ക് ഇതെന്തു പറ്റി? കാവില് തിരി കൊളുത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബോധം കെട്ട് കിടക്കുന്നതാ ഞങ്ങൾ കണ്ടത്. അനർത്ഥങ്ങൾ വല്ലതും കണ്ട് പേടിച്ചതായിരിക്കും എന്റെ കുട്ടി. ദേവി, എന്റെ കുട്ടിക്കൊന്നും വരുത്തല്ലേ. അനുഭവങ്ങളിലൂടെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. പൗർണമി നാൾ ദൂരെയല്ല. ദേവിയെ പ്രീതിപ്പെടുത്താൻ സമയമായി. രാധേ, എന്താ സംഭവിച്ചത്?